ഭാഗ്യം ഇങ്ങോട്ടാ? കണ്ടാൽ അറിഞ്ഞൂടെ? അമ്പലത്തിലേക്ക്. ഓ, പിറന്നാൾ ആഘോഷം. ഇതെന്താ? ഇതെന്ത് ചോദ്യം? കാണുന്നില്ലേ പൂക്കൾ? ഓ, ദേവന് സമ്മാനിക്കാൻ. പൂക്കൾ ദേവന് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ്. ഒന്നെടുത്തോട്ടെ. അനിയത്തിനൊന്ന് വഴിമാറുന്നുണ്ടോ? ഭായിക്ക് എന്നോട് എന്താ ഇത്ര പരിഭവം? നിൽക്കൂ ഭായി, പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. ഒരിക്കൽ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കേണ്ടി വന്നാലോ? കേൾക്കേണ്ടി വന്നാലല്ലേ? അപ്പൊ കേട്ടോളാം. ഇപ്പോഴൊന്ന് വഴിമാറുന്നുണ്ടോ? എനിക്ക് ഇതിന്റെ പ്രധാന കാര്യങ്ങൾ ഭാഗ്യയുടെ അഭിപ്രായം അറിയണം. എന്റെ അഭിപ്രായമോ? അതെ, ഭാഗ്യയുടെ. ഒരാഴ്ചക്കുള്ളിൽ റിസൾട്ട് വരും. ഞാൻ മിക്കവാറും അല്ല തീർച്ചയായും പാസ്സാവും. പാസ്സാവാനല്ലേ പഠിച്ചത്? ഉദ്യോഗത്തിന്റെ കാര്യം അമ്മാമ്മ ചിലതെല്ലാം ഏറ്റിട്ടുണ്ട്. നല്ല കാര്യമാണ്. സാമാന്യം നല്ല ജോലി, ആവശ്യത്തിന് വേണ്ട പണം, ഭേദപ്പെട്ടൊരു വീട്, അങ്ങനെ ഒരു പുതിയ ജീവിതം ഞാൻ സ്വപ്നം കാണുന്നു. അതൊക്കെ അച്ഛൻ വിചാരിച്ചാൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ. ശരിയാണ്. പക്ഷേ ആ ലോകം പരിപൂർണമാവണമെങ്കിൽ അച്ഛൻ മാത്രം പോരാ, ഒരാൾ കൂടി വിചാരിക്കണം. ഭായിക്ക് മനസ്സിലാവുന്നുണ്ടോ? നിൽക്കൂ. ഒരാൾ മാത്രം, അതെന്റെ ഭാഗ്യാണ്. ആരോടാണ്ടാ നിന്റെ പ്രസംഗം? എന്തു പറ്റി? ഒന്നുമില്ല. ഞാൻ പെറുക്കിത്തരാം. ഏയ് വേണ്ട. അമ്പലത്തിൽ പോകുമ്പോഴോ വരുമ്പോഴോ കാണുമെന്ന് കരുതി പൊതിഞ്ഞു വെച്ചതായിരുന്നു. എല്ലാം അനിയട്ടൻ തട്ടിത്തെറിപ്പിച്ചു. ഓ, സാരമില്ല. വളരെ നേരം ഞങ്ങൾ ഉണ്ണാതെ കാത്തിരുന്നു. ഞാൻ വെളുപ്പിന് പാടത്ത് പോയിട്ട് ഇപ്പോഴാണ് കയറിയത്. എന്താ അവൻ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. ചിലപ്പോൾ അനിയത്തിന്റെ പ്രകൃതം എനിക്ക് തീരെ പിടിക്കുന്നില്ല. അവൻ വലിയ വാശിക്കാരനാണ്. കുട്ടിക്കാലം മുതൽക്ക് അവന്റെ പ്രകൃതം അങ്ങനെയാണ്. എന്റെ കയ്യിൽ നല്ലൊരു കളിക്കോപ്പ് കിട്ടിയാൽ അവന് വേണം. എനിക്ക് സ്വന്തമായ ഒന്നും പാടില്ല. വാശി പിടിച്ചാൽ അവനെ ജയിക്കും. മറ്റുള്ളവർ തോറ്റു കൊടുത്തിട്ടല്ലേ? കുടുംബത്തിൽ നാളേക്ക് വല്ല അഭിവൃദ്ധിയും വേണമെങ്കിൽ ഇനി നീ വിചാരിക്കണം മനിയ. അതാ നിൽക്കണം നിന്റെ തൃപ്പുത്രനോട് ഒന്ന് പറഞ്ഞു കൊടുക്ക. പഠിച്ചു ഭാഷാവാനോ വയ്യ, വീട്ടിലെ കാര്യങ്ങൾ നോക്കാനാവണ്ടേ? അതുമില്ല. എനിക്ക് ഒരു വാർത്തയായിട്ടാണ് വെച്ചാ. അടുത്ത സെപ്റ്റംബറിൽ എഴുതിയാൽ മതി കേശുവേട്ടൻ. ഇവന്റെ മണ്ടയില് വരെ നമ്മ നാളെ തന്നെ എസ്റ്റേറ്റിലേക്ക് പുറപ്പെട്ടോ. പുതിയ ഉദ്യോഗത്തിന് പോവല്ലേ? നല്ല ദിവസമാ. നീയെങ്കിലും നന്നായി വാ. എന്താ? എന്ത് പറ്റി? തോറ്റ ദുഃഖം. ചീത്ത എല്ലാവരുടെയും വക. എന്നെ കൊണ്ടുപോയ പുസ്തകം കരണ്ടിരുന്ന ഈ ഏർപ്പാട്. ജോലി ചെയ്യാതെ സുഖിച്ചിരിക്കാൻ വേണ്ട മുതലുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും. പഠിക്കാനുള്ള പുസ്തകം കണ്ടാൽ അപ്പൊ ഉറക്കം വരും. എന്നെ പഠിപ്പിക്കേണ്ട ഛാ. കുളി കഴിഞ്ഞോട്ടോ, ഞാൻ പോകുന്നു. ഇന്നലെ നല്ല പണിയാണ് പറ്റിച്ചത്. രാത്രി മുഴുവനും അലറിച്ചുകൂട്ടി കാത്തിരുന്നു. കിടന്നിട്ട് ഉറക്കം വന്നില്ല. നിലാവത്ത് പതുക്കെ പുറത്തിറങ്ങി നടന്നു. അവസാനം എത്തിയത് നിങ്ങളുടെ വളപ്പിലാ. ഇത് നല്ല രോഗമാണ്. ഞാൻ പോണു. അത്താഴത്തിന് അരിയെടുത്തിട്ട് പോകുന്നതാണ്. നിൽക്കൂ ചമ്മണി. ഞാൻ പോട്ടെ. നേരം വൈകിയാൽ അമ്മ സഹായിക്കും. കൊച്ചമ്മണി, ഇന്നില്ലേ മറ്റേ കടയിലേക്ക് വരും? രാത്രി എനിക്കും ഉറക്കം വന്നില്ല. ഇന്ന് കാണണം. ഞാൻ അലർച്ചുവട്ടിൽ കാത്തിരിക്കും. ഈശ്വര, ഭാര്യ. ആളുകളുടെ കണ്ണിൽ നീ ഒരു പ്രായം തികഞ്ഞ പെണ്ണാണ്. അഭിമാനം ഒരു പളുങ്ക് കൊട്ടാരമാണ്. ഒരു കല്ല് വീണാൽ മതി അത് മുഴുവൻ തട്ടിത്തകരാൻ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ തെറ്റുകൾ സംഭവിക്കാൻ എളുപ്പമാണ്. അതാണ് നിന്റെ പ്രായം. അതിനും വരമ്പും
ഒരിക്കൽ മുറിച്ചു കടന്നാൽ കുടുംബത്തിന്റെ മാനം കളയരുത് കുട്ടി. നീ കുട്ടിക്കളി മാറാത്ത പ്രകൃതമാണ്. അതുകൊണ്ട് ബാലേട്ടൻ പറഞ്ഞതാണ്. എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. കേശുട്ടാ, ഒന്ന് പോകൂ. എന്താ ഇത്ര പരിഭ്രമിക്കാൻ? വരൂ കൊച്ചു. കേശുട്ടാ, ഒന്ന് പോകൂ. അല്പമെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ പോകൂ, പോകൂ. അമ്മ മിണ്ടിപ്പോകരുത്. എന്താണത്? കുടുംബത്തിന്റെ മാനം കെടുത്താൻ ഒരുമ്പെട്ട ഈ മൂതവി പറയട്ടെ. അർദ്ധരാത്രിക്ക് അമ്മയുടെയും മാങ്ങയുടെയും കണ്ണു തെറ്റിച്ച് കുഴഞ്ഞാടാൻ പോയിരിക്കുന്നു. നശിപ്പിക്കും. നാലാളുടെ മുമ്പിൽ തലനിവർത്തി നടക്കാനുള്ള അഭിമാനമെങ്കിലും ഉണ്ടായിരുന്നു. എല്ലാം നശിപ്പിക്കും. നിർത്തുന്നുണ്ടോ? ഇനി നടക്കാണ് കൊള്ളാൻ പോണത്. വിടാനാ പറയുന്നത്. കേശു അമ്മാവന്റെ മകനാ, അന്യനല്ല. എന്നാലും മോളെ മുറ തെറ്റി നടക്കരുത്. ബാലൻ പറഞ്ഞതാണ് കാര്യം.